മോള് തൂത്ത് തുടച്ചിടുവായിരുന്നു ഇവിടെയൊക്കെ. ഇനി ബാക്കി അമ്മ തുടച്ചോളാം. മോള് ചെല്ല്. വേണ്ടമ്മേ, ഇനി ഹോളും കൂടി ഉള്ളൂ, അതും കൂടി തൂത്താ കഴിഞ്ഞു. ഇത്രയും നേരം നീ നിർത്താതെ ജോലി ചെയ്തോണ്ടിരിക്കുവല്ലായിരുന്നു എന്റെ കൊച്ചെ. ഇനിയിപ്പൊ ബാക്കി ഞാൻ ഇവിടെ തുടച്ചിട്ടോളാം. മോള് ചെല്ല്. എങ്കിൽ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അമ്മേ. മോള് പോയി കുളിച്ചോ, ഞാൻ തൂത്തോളാം. ശരി അമ്മേ. അവൻ മണ്ണുണ്ടല്ലോ. അമ്മേ, അമ്മ എന്താ ഈ ചെയ്യുന്നത്? അമ്മ ഈ വയ്യാത്ത കാലും വെച്ച് ഈ തറ മൊത്തം തൂത്ത് തുടയ്ക്കുവാണോ? എവിടെ അഞ്ചു ഇല്ല ഇവിടെ? ഓ, എന്നാ പറയാനാ എന്റെ മോനെ. ഇവിടത്തെ ഒരു പണിയെടുക്കൂല അവള്. മോനങ്ങ് ജോലിക്ക് പോയി കഴിഞ്ഞാ ഉണ്ടല്ലോ, ഉടനെ റൂമിൽ കയറി അങ്ങ് കഥ കടച്ചങ്ങ് ഇരിക്കും. ഞാൻ ഈ വയ്യാത്ത കാലും വെച്ച് ചോറും കറിയും എല്ലാം മേശപ്പുറത്ത് വിളമ്പി വെച്ച് കഴിഞ്ഞിട്ട് അവളെ പോയി വിളിക്കും, അഞ്ചു മോളേന്ന്. അപ്പൊ അവൾ ഇറങ്ങി വന്ന് ചോറുണ്ടിട്ട് വീണ്ടും പോയി കിടക്കും. ഇത് തന്നെ പണി. അല്ല, അമ്മയ്ക്ക് അതിൽ സന്തോഷമുള്ളു കേട്ടോ മോനെ. അവളാള് കൊള്ളാലോ. അമ്മ അതങ്ങ് താഴെയിട്ടെ, ഞാൻ അവളെ കൊണ്ട് തന്നെ ഇപ്പൊ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാലോ. അയ്യോ, അതൊന്നും വേണ്ട കേട്ടോ മോനെ. വെറുതെ ഈ ഒരു കുടുംബത്തിന്റെ പ്രശ്നം ഉണ്ടാക്കണ്ട. അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. നിന്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ട് കിട്ടിയ വീടാന്നറിയോ ഇത്. അതിന്റെ മൂലയ്ക്ക് ഒരു ലേശം പൊടിയിരുന്ന ഈ അമ്മയ്ക്ക് സഹിക്കില്ല. അറിയില്ലേ നിനക്കത്? അമ്മ ഈ വയ്യാത്ത കാലും വെച്ച് ഇങ്ങനെ ഓരോ പണി ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ആ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മോനെ. അമ്മ തന്നെ ചെയ്തോളാം ഇത്. പണ്ടും അമ്മ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത്. അമ്മയ്ക്ക് ഇതൊന്നും ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ ലേശം ഒരു കാലുവേദന ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല മോനെ. ഇനി ഇതൊക്കെ അവളോട് ചോദിച്ച് വലിയൊരു പ്രശ്നമൊന്നും ആക്കാൻ നിൽക്കണ്ട കേട്ടോ. തൽക്കാലം മോൻ ഇത് അവളോട് ചോദിക്കണ്ട. മോൻ പോയി ഫ്രഷ് ആയിട്ട് വാ, അമ്മ പോയി ചായ എടുത്തിട്ട് വരാം. ശരി അമ്മ. ആ, ചേട്ടൻ വന്നോ? ഞാനിപ്പോ ചായ എടുക്കാം. വേണ്ട, അമ്മ ചായ എടുക്കാൻ പോയിട്ടുണ്ട്. എന്താ ചേട്ടന്റെ സൗണ്ടിന് ഒരു ഗൗരവം? എന്തു പറ്റി? ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ.